Hello everyone, welcome back to my video. ഇന്ന് നമുക്ക് CPT 2024 അപ്ഡേറ്റ്സിൻ്റെ ബാക്കി പോർഷനും കൂടി നോക്കാം. ദിസ് ഇസ് ദി തേർഡ് പാർട്ട്. സോ ഇനി നമുക്ക് ബാലൻസ് ഉള്ള ഒരു മെയിൻ പോർഷനാണ് ഇവാലുവേഷൻ ആൻഡ് മാനേജ്മെൻറ്റ്. 99 സീരീസിലാണ് കോഡുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇവിടെ അപ്ഡേഷൻസ് ടോട്ടലി 11 ആണ് വന്നിട്ടുള്ളത്. അതിൽ 1 ന്യൂ കോഡും 10 റിവൈസ്ഡ് കോഡും പിന്നെ ഡിലീറ്റഡ് കോഡ്സ് 0 ആണ്. അതുപോലെ തന്നെ നമുക്ക് ഗൈഡ് ലൈൻസിലും ചേഞ്ചസ് വന്നിട്ടുണ്ട്. സോ ഗൈഡ് ലൈൻസിൻ്റെ കേസിൽ നമുക്ക് ന്യൂ ഗൈഡ് ലൈൻസ് വന്നിട്ടുമുണ്ട്. ഓൾറെഡി ഉള്ള ഗൈഡ് ലൈൻസിൽ കുറച്ച് റിവിഷനും വന്നിട്ടുണ്ട്. സോ ഒരു ന്യൂ കോഡ് വന്നിട്ടുള്ളത് 99459 എന്നുള്ള ഒരു ആഡ് ഓൺ കോഡാണ്. പെൽവിക് എക്സാമിനേഷൻ്റെ കോഡാണ്. സോ ഈ ഒരു കോഡ് എവിടെയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഏറ്റവും ഇവാലുവേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് ചാപ്റ്ററിലെ ഏറ്റവും ലാസ്റ്റ് പോർഷനിൽ അതർ ഇവാലുവേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് സർവീസസിൻ്റെ അണ്ടറിലാണ് ഈ ഒരു ആഡ് ഓൺ കോഡ് വന്നിട്ടുള്ളത്. സോ ഈ കോഡിൻ്റെ താഴെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് use 99459 in conjunction with 99202, 203, 204, 205, 212, 213, 214, 215, 242, 243, 244, 245, 383, 384, 385, 386, 387, 393, 394, 395, 396, 397. ഇത്രയും കോഡുകളുടെ കൂടെ നമുക്ക് ഈ ഒരു 99459 എന്നുള്ള ആഡ് ഓൺ കോഡ് യൂസ് ചെയ്യാവുന്നതാണ്. സോ 99202 തൊട്ട് 205 വരെയുള്ള കോഡുകൾ വരുന്നത് ഓഫീസ് ഓർ അതർ ഔട്ട് പേഷ്യൻറ്റ് സർവീസസിൽ ന്യൂ പേഷ്യൻറ്റിൻ്റെ അണ്ടറിലാണ്. പിന്നെ 99212 തൊട്ട് 215 വരെ വരുന്നത് ഓഫീസ് ഓർ അതർ ഔട്ട് പേഷ്യൻറ്റിൻ്റെ അണ്ടറിലെ എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യൻറ്റിൻ്റെ കോഡുകളാണ്. സോ ഈ രണ്ട് സെക്ഷനിൽ, അതായത് ഔട്ട് പേഷ്യൻറ്റ് വിസിറ്റിൽ നമുക്ക് ന്യൂ പേഷ്യൻറ്റിൻ്റെ കൂടെയും എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യൻറ്റിൻ്റെയും കൂടെ നമുക്ക് ഈ ഒരു ആഡ് ഓൺ കോഡ് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ വരുന്നത് 99242 തൊട്ട് 245 വരെയാണ്. ഇത് വരുന്നത് കൺസൾട്ടേഷൻ്റെ അണ്ടറിൽ ഓഫീസ് ഓർ അതർ ഔട്ട് പേഷ്യൻറ്റ് കൺസൾട്ടേഷൻ്റെ അണ്ടറിലെ കോഡുകളാണ്. സോ അവിടെ നമുക്ക് ഈ ഒരു കോഡ് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ വരുന്ന 99383, 384, 385, 386, 387 വരുന്നത് പ്രിവെൻറ്റീവ് മെഡിസിൻ സർവീസസിൻ്റെ അണ്ടറിലെ ന്യൂ പേഷ്യൻറ്റിൻ്റെ അണ്ടറിൽ വരുന്ന കോഡുകളാണ്. പിന്നെ വരുന്ന 99393, 394, 395, 396, 397 എന്ന് പറയുന്നത് പ്രിവെൻറ്റീവ് മെഡിസിൻ സർവീസസിൻ്റെ അണ്ടറിൽ എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യൻറ്റിൻ്റെ കോഡുകളാണ്. സോ നമുക്കിവിടെ ഈ ഒരു 99459 എന്നുള്ള ആഡ് ഓൺ കോഡ് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഔട്ട് പേഷ്യൻറ്റ് ഓർ ഓഫീസ് വിസിറ്റിൽ വരുന്ന ന്യൂ പേഷ്യൻറ്റ് ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യൻറ്റ്, അതുപോലെ കൺസൾട്ടേഷൻ്റെ അണ്ടറിൽ ഔട്ട് പേഷ്യൻറ്റിൽ വരുന്ന കോഡുകളിൽ നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ പ്രിവെൻറ്റീവ് മെഡിസിൻ്റെ അണ്ടറിലും നമുക്ക് ഈ ഒരു കോഡ് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി റിവൈസ്ഡ് കോഡുകൾ നോക്കുകയാണെങ്കിൽ നമുക്ക് 99202, 203, 204, 205 ഇത്രയും കോഡുകൾ വരുന്നത് ഓഫീസ് ഓർ അതർ ഔട്ട് പേഷ്യൻറ്റ് സർവീസസിൻ്റെ ന്യൂ പേഷ്യൻറ്റിൻ്റെ അണ്ടറിലെ കോഡുകളാണ്. സോ ഇവിടെ ഒരു റിവിഷൻ വന്നിട്ടുള്ളത് ടൈമിൻ്റെ കാര്യത്തിലാണ്. 2023 നമുക്ക് 15 to 29 minutes ഓഫ് ടോട്ടൽ ടൈം സ്പെൻഡ് ഓൺ ദ ഡേറ്റ് ഓഫ് എൻകൗണ്ടർ ആണ്. ടൈം ബേസ് ചെയ്തുള്ള കോഡിങ്ങിൽ നമുക്കൊരു ടൈം റേഞ്ച് ആയിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ 2024 വന്നപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ത്രെഷോൾഡ് ടൈമാണ്. ത്രെഷോൾഡ് ടൈം എന്ന് പറഞ്ഞാൽ ആ ഒരു പെർട്ടിക്കുലർ കോഡ് നമ്മൾക്ക് എടുക്കണമെങ്കിൽ ആ ഒരു ടൈം മീറ്റ് ചെയ്തിട്ടുണ്ടാവണം. അതിനെയാണ് ത്രെഷോൾഡ് ടൈം എന്ന് പറയുന്നത്. അതായത് ഒരു പെർട്ടിക്കുലർ പോയിൻ്റ് ഓഫ് ടൈം പറഞ്ഞിട്ടുണ്ടാവും. അത്ര ടൈം മീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു കോഡ് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇവിടെ അത് 15 minutes മസ്റ്റ് ബി മെറ്റ് ഓർ എക്സീഡഡ്. അതായത് 15 minutes അതിൽ കൂടുതലോ ആയാൽ മാത്രമേ നമുക്ക് 99202 എന്നുള്ള കോഡ് എടുക്കാൻ പറ്റുള്ളൂ. ഇനി 99203 നമുക്ക് 2023 30 to 44 minutes ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ അത് മാറി ഇപ്പോൾ നമുക്ക് 30 minutes മസ്റ്റ് ബി മെറ്റ് ഓർ എക്സീഡഡ് ആണ്. 30 minutes ആയാൽ മാത്രം, അല്ലെങ്കിൽ അതിൽ കൂടുതലായാൽ മാത്രമേ നമുക്ക് 99203 എടുക്കാൻ പറ്റുള്ളൂ. ഇനി 99204 ആണെങ്കിൽ 45 to 59 minutes ആയിരുന്നു 2023 ടൈം റേഞ്ച്. ഇപ്പോൾ പറയുന്ന ത്രെഷോൾഡ് ടൈം എന്ന് പറയുന്നത് 45 minutes ആണ്. 99205
60 to 74 മിനിറ്റ്സ് ആയിരുന്നു ടൈം റേഞ്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ 60 മിനിറ്റ്സ് ആണ് നമുക്ക് ത്രഷോൾഡ് ടൈം പറയുന്നത്. അപ്പോൾ എപ്പോഴാണ് അപ്പോൾ നമുക്കിപ്പോൾ ഒരു പെർട്ടിക്കുലർ 15 മിനിറ്റ്സ് എന്ന് പറഞ്ഞു, അത് എത്ര വരെ നമുക്ക് 99202 റിപ്പോർട്ട് ചെയ്യാൻ പറ്റും? അപ് ടു 30 മിനിറ്റ്സ് വരെ, അതായത് 29 മിനിറ്റ്സ് വരെ നമുക്ക് 99202 റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. ദെൻ 30 മിനിറ്റ്സ് അതിൽ കൂടുതലായാൽ നമ്മൾ 99203 എടുക്കുക. അപ് ടു 44 മിനിറ്റ്സ് ആണ്. 45 മിനിറ്റ്സ് മുതൽ നെക്സ്റ്റ് 59 മിനിറ്റ്സ് വരെ നമുക്ക് 99204 എടുക്കാൻ പറ്റും. ആൻഡ് 99205 എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ്സ് തൊട്ട് അതിൽ കൂടുതലുള്ള ടൈമാണ് ഇവിടെ പറയുന്നത്. സോ അത് നെക്സ്റ്റ് കോഡിലുള്ള ടൈം എത്രയാണോ വരുന്നത് അതുവരെയുള്ള ടൈം നമുക്ക് പ്രീവിയസ് കോഡിൽ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ 15 മിനിറ്റ്സിന് താഴെയാണെങ്കിൽ നമുക്ക് 99202 റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. സോ പിന്നെ ഒരു കൺഫ്യൂഷൻ വരാൻ 99205 60 മിനിറ്റ്സ് മസ്റ്റ് ബി മെറ്റ് ഓർ എക്സീഡഡ് എന്നുണ്ട്. അപ്പോൾ അത് എത്ര ടൈം വരെയാണ് എന്നുള്ളതിൽ കൺഫ്യൂഷൻ വരണ്ട. അതിൻ്റെ താഴെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ഫോർ സർവീസ് 75 മിനിറ്റ്സ് ഓർ ലോങ്ങർ യൂസ് പ്രൊലോങ്ഡ് സർവീസ് കോഡ് 99417 എന്നുള്ളത്. അപ്പോൾ കോഡിൽ റിവിഷൻ വന്നു എന്ന് വെച്ചിട്ട് നമുക്ക് പ്രീവിയസ്ലി ഉണ്ടായിരുന്ന അതേ റേഞ്ചിൽ തന്നെയാണ് ഇപ്പോഴും നമ്മൾ കോഡ് എടുക്കുന്നത്. ആ ഒരു റേഞ്ച് തന്നിട്ടില്ല, പക്ഷെ ത്രഷോൾഡ് ആക്കി മാറ്റി എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് റിവിഷൻ വന്നിട്ടുള്ളത് 99212, 213, 214, 215 ഈ കോഡുകൾ വരുന്നതും ഓഫീസ് ഓർ അതർ ഔട്ട് പേഷ്യൻറ്റ് സർവീസസിൻ്റെ അണ്ടറിൽ എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യൻറ്റിന് വരുന്ന കോഡുകളാണ്. സോ ഇതിൽ 99211 മാത്രം ചേഞ്ചസ് ഒന്നുമില്ല. അതിൽ പ്രത്യേകിച്ച് നമുക്ക് ടൈം ഒന്നും പറയുന്നുമില്ലായിരുന്നു. സോ 99212 2023 10 to 19 മിനിറ്റ്സ് ആയിരുന്നു റേഞ്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ 2024 നമുക്ക് ടോട്ടൽ ടൈം ആയിട്ട് 10 മിനിറ്റ്സ് മസ്റ്റ് ബി മെറ്റ് ഓർ എക്സീഡഡ് ആയിട്ട് മാറ്റിയിട്ടുണ്ട്. 99213 20 to 29 മിനിറ്റ്സ് ആയിരുന്നു, അതിപ്പോൾ 20 മിനിറ്റ്സ് മസ്റ്റ് ബി മെറ്റ് ഓർ എക്സീഡഡ് ആണ്. 99214 30 to 39 മിനിറ്റ്സിന് 30 മിനിറ്റ്സ് മസ്റ്റ് ബി മെറ്റ് ഓർ എക്സീഡഡ് ആക്കി. 99215 40 to 54 മിനിറ്റ്സ് ആയിരുന്നു, ഇപ്പോൾ അത് 40 മിനിറ്റ്സ് മസ്റ്റ് ബി മെറ്റ് ഓർ എക്സീഡഡ് എന്നാക്കി മാറ്റിയിട്ടുണ്ട്. സോ ഇവിടെ ആദ്യം പറഞ്ഞ പോലെ തന്നെ, അതായത് പ്രീവിയസ് കോഡ് ലാസ്റ്റ് കോഡിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ 99215 ഇവിടെ 40 മിനിറ്റ്സ് മസ്റ്റ് ബി മെറ്റ് ഓർ എക്സീഡഡ് ആണ്. അപ്പോൾ അത് ഇതുവരെയാണ് താഴെ ഒരു ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. For services 15 minutes or 55 minutes or longer use prolonged service code ആണ്. അപ്പോൾ അപ് ടു 15 മിനിറ്റ്സ് ആണ് നമ്മൾ 99215 യൂസ് ചെയ്യുക. സോ ഇതൊരു ടേബിൾ റെപ്രസെൻറ്റേഷൻ ആണ്. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത സെയിം കാര്യങ്ങൾ തന്നെയാണ്. 15 to 29 മിനിറ്റ്സ് 15 ആക്കി, 30 to 44 30 ആക്കി, 45 to 59 45 ആക്കി, 60 to 74 60 ആണ്, 10 to 19 10 ആക്കി, 20 to 29 20, 30 to 39 30, 40 to 54 40. സോ ഇതെല്ലാം ടൈം ബേസ് ചെയ്തുള്ള കോഡിങ്ങിൽ മാത്രമേ ചേഞ്ച് വന്നിട്ടുള്ളൂ. ബാക്കി MDM വെച്ചിട്ടുള്ളത് സെയിം രീതിയിൽ തന്നെയാണ് പോകുന്നത്. ഇനി നമുക്ക് റിവിഷൻ വന്നിട്ടുള്ളത് 99306 308 ഈ രണ്ട് കോഡുകളിലാണ്. ഈ കോഡുകൾ വരുന്നത് നഴ്സിംഗ് ഫെസിലിറ്റി കെയറിൻ്റെ അണ്ടറിൽ ഇനീഷ്യൽ കെയറിലും സബ്സിക്വൻറ്റ് കെയറിലും ആണ് വരുന്നത്. സോ 99306 എന്ന് പറയുന്നത് ഇനീഷ്യൽ നഴ്സിംഗ് ഫെസിലിറ്റി കെയറിലെ ഹൈ MDM വരുന്ന കോഡാണ്. സോ ഇവിടെ നമുക്ക് 2023 ഡിസ്ക്രിപ്ഷനിൽ ടൈം നോക്കുകയാണെങ്കിൽ 45 മിനിറ്റ്സ് മസ്റ്റ് ബി മെറ്റ് ഓർ എക്സീഡഡ് എന്നായിരുന്നു ഉണ്ടായിരുന്നത്. സോ 2024 ആയപ്പോൾ ഇതിന് 50 മിനിറ്റ്സ് മസ്റ്റ് ബി മെറ്റ് ഓർ എക്സീഡഡ് ആക്കി മാറ്റിയിട്ടുണ്ട്. സോ നേരത്തെ നമുക്ക് ത്രഷോൾഡ് ടൈം തന്നെയായിരുന്നു, അത് 45 മിനിറ്റ്സ് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ അത് 50 മിനിറ്റ്സ് ആക്കി മാറ്റിയിട്ടുണ്ട്, 50 മിനിറ്റ്സ് ആക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ 99306 താഴെ ബ്രാക്കറ്റിൽ പറഞ്ഞിട്ടുണ്ട് ഫോർ സർവീസസ് 60 മിനിറ്റ്സ് ലോങ്ങർ യൂസ് പ്രൊലോങ്ഡ് സർവീസ് കോഡാണ്. അതായത് 50 to 60 മിനിറ്റ്സ് ആണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് 60 എബോവ് വരുന്നത്, 60 എബോവ് വന്നാൽ നമ്മൾ പ്രൊലോങ്ഡ് സർവീസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ഇനി 99308 എന്ന് പറയുന്നത് സബ്സിക്വൻറ്റ് നഴ്സിംഗ് ഫെസിലിറ്റിയിലെ കോഡാണ്. സോ അവിടെ 2023 നമുക്ക് 15 മിനിറ്റ്സ് ആയിരുന്നു, 15 മിനിറ്റ്സ് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ 2024 ആയപ്പോൾ അത് 20 മിനിറ്റ്സ് ആക്കി മാറ്റിയിട്ടുണ്ട്.
അപ്പോൾ അത്രയാണ് നമുക്ക് കോഡ് റിവിഷനൊക്കെ വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഉള്ളത് ഗൈഡ് ലൈൻ ചേഞ്ചസ് ആണ്. അപ്പോൾ ഗൈഡ് ലൈനിൽ ന്യൂ ഗൈഡ് ലൈൻസും വന്നിട്ടുണ്ട്, അതുപോലെ ഓൾറെഡി ഉള്ള ഗൈഡ് ലൈനിൽ റിവിഷനും വന്നിട്ടുണ്ട്. അപ്പോൾ ഗൈഡ് ലൈൻസിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് സ്പ്ലിറ്റ് ഓർ ഷെയർഡ് വിസിറ്റ്, മൾട്ടിപ്പിൾ E-ANM encounters on same date of service, inpatient and observation, same setting and different setting, discharge service and other service settings, emergency department and other services in other settings, transitions between office and other services, reporting instructions for admission and discharge on same date. First one, split or shared E-ANM visits. Physicians or other qualified healthcare professionals may act as a team in providing care working together during a single E-ANM visit. Code for the service is determined by split or shared service guidelines. അപ്പോൾ ചില സിറ്റുവേഷൻസിൽ നമുക്ക് ഫിസിഷ്യനോ അല്ലെങ്കിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽസോ ഒരു ടീമായിട്ടായിരിക്കും നമുക്ക് കെയർ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അങ്ങനെ ഒന്നിൽ കൂടുതൽ ഫിസിഷ്യൻസോ അല്ലെങ്കിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസോ നമുക്ക് കെയർ തരുമ്പോൾ നമ്മൾ ഈ ഒരു സ്പ്ലിറ്റ് ഓർ ഷെയർഡ് സർവീസിൻ്റെ ഗൈഡ് ലൈൻ വെച്ചിട്ടാണ് കോഡുകൾ ചൂസ് ചെയ്യേണ്ടത്. സോ ആസ് യൂഷ്വൽ നമ്മൾ ഒരു ഇവാലുവേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് കോഡ് എടുക്കുമ്പോൾ എയ്തർ MDM ബേസ് ചെയ്ത് അല്ലെങ്കിൽ ടൈം ബേസ് ചെയ്താണ് കോഡുകൾ എടുക്കുക. സോ ഇവിടെയും അതുപോലെ തന്നെയാണ്. കോഡ് സെലക്ഷൻ ബേസ്ഡ് ഓൺ ടൈം ആണെങ്കിൽ സർവീസസ് റിപ്പോർട്ടഡ് ഫോർ ദ ഫിസിഷ്യൻ ഹു പെർഫോം ദ മെജോറിറ്റി ഓർ സബ്സ്റ്റാൻഷ്യൽ പോർഷൻ ഓഫ് ദി സർവീസ് ടൈം ഫേസ് ടു ഫേസ് ഓർ നോൺ ഫേസ് ടു ഫേസ് ആണ്. ടൈം ബേസ് ചെയ്തുള്ള കോഡിങ്ങിൽ നമ്മൾ നോക്കേണ്ടത് ഒന്നിൽ കൂടുതൽ ഫിസിഷ്യൻസ് ഉണ്ടാവും. സോ അതിൽ ആരാണോ സബ്സ്റ്റാൻഷ്യൽ പോർഷൻ എന്ന് പറഞ്ഞാൽ കൂടുതൽ സർവീസ് ടൈം പേഷ്യൻറ്റിന് വേണ്ടി കൊടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ മെജോറിറ്റി ടൈം സ്പെൻഡ് ചെയ്തത് ആരാണോ, അത് ഫേസ് ടു ഫേസ് ആവാം, അല്ലാതെ നോൺ ഫേസ് ടു ഫേസ് ആവാം. ചില കേസുകളിൽ പേഷ്യൻറ്റിൻ്റെ റെക്കോർഡുകൾ ഇവാലുവേറ്റ് ചെയ്യുന്നതൊക്കെ ആവാം. സോ ആരാണെങ്കിലും ഫേസ് ടു ഫേസ് ആണെങ്കിലും നോൺ ഫേസ് ടു ഫേസ് ആണെങ്കിലും ആരാണോ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ആ ഒരു ഫിസിഷ്യനാണ് നമ്മൾ കോഡുകൾ കൊടുക്കേണ്ടത്. നെക്സ്റ്റ് വൺ, കോഡ് സെലക്ഷൻ ബേസ്ഡ് ഓൺ MDM ആണെങ്കിൽ, മെഡിക്കൽ ഡിസിഷൻ മേക്കിംഗ് ബേസ് ചെയ്തിട്ടാണ് കോഡ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ സർവീസ് റിപ്പോർട്ടഡ് ഫോർ ദ ഫിസിഷ്യൻ ഹു പെർഫോം ദ സബ്സ്റ്റാൻഷ്യൽ പാർട്ട് ഓഫ് ദി MDM ആണ്. ആരാണോ സബ്സ്റ്റാൻഷ്യൽ പാർട്ട് ഓഫ് ദി MDM പെർഫോം ചെയ്യുന്നത് ആ ഫിസിഷ്യനാണ് നമ്മൾ സർവീസ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ സബ്സ്റ്റാൻഷ്യൽ പാർട്ട് ഓഫ് MDM എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഡിറ്റർമൈൻഡ് ബേസ്ഡ് ഓൺ പെർഫോമൻസ് ഓൺ 2 out of 3 എലമെൻറ്റ്സ് ഓഫ് MDM. നമുക്കറിയാം MDM അപ്രോപ്രിയേറ്റ് ആയിട്ട് ചൂസ് ചെയ്യാനായിട്ട് നമ്മൾ 3 എലമെൻറ്റ്സ് ആണ് എടുക്കുന്നത്. ഈ 3 എലമെൻറ്റ്സിൽ 2 സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ് നമ്മൾ ആ ഒരു കറണ്ട് MDM ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഏത് ഫിസിഷ്യൻ ആണോ ഈ 3 എലമെൻറ്റ്സിൽ 2 എലമെൻറ്റ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നത് ആ ആൾക്കാണ് നമ്മൾ കോഡുകൾ കൊടുക്കേണ്ടത്. സെക്കൻഡ് സിനാരിയോ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഇവാലുവേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് സർവീസസ് ഓൺ സെയിം ഡേ സെയിം സെറ്റിംഗ് ആണ്. വെൻ കൺസിഡറിങ് മൾട്ടിപ്പിൾ സർവീസസ് ഓൺ സെയിം സെറ്റിംഗ് ഓൺ എ കാലണ്ടർ ഡേറ്റ് ബേസ്ഡ് ഓൺ സർവീസസ് ഓൺലി സിംഗിൾ സർവീസസ് റിപ്പോർട്ടഡ്. അതായത് ഡിഫറെൻറ്റ് ഇവാലുവേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് സർവീസ് ഒരേ ദിവസം കിട്ടുകയാണ്, പക്ഷെ സെയിം സെറ്റിങ്ങിൽ നിന്ന് തന്നെയാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ ഒരു കോഡ് മാത്രം സിംഗിൾ സർവീസാണ് റിപ്പോർട്ട് ചെയ്യാറുള്ളൂ. So when considering different levels of MDM during the multiple visits in same setting on a calendar date, the aggregate of MDM is taken for code selection. അപ്പോൾ ഡിഫറെൻറ്റ് MDM ഒരേ സെറ്റിങ്ങിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ, അതായത് 2 ഇവാലുവേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് സർവീസ് ഒരേ സെറ്റിങ്ങിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ നമ്മൾ അഗ്രിഗേറ്റ് ഓഫ് MDM എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ കാര്യങ്ങളെയും കൺസിഡർ ചെയ്തിട്ട് എല്ലാം കൂടി ആഡ് ചെയ്തിട്ടുള്ള ഒരു MDM ആയിരിക്കും നമ്മൾ എടുക്കുക. അതായത് 2 വിസിറ്റിലെയും കൂടി E-ANM കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ 3 എലമെൻറ്റ്സിൻ്റെയും കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കി അങ്ങനെ ഒരു അഗ്രിഗേറ്റഡ് MDM ആയിരിക്കും നമ്മൾ കോഡ് സെലക്ഷനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി ടൈം ആണ് ക്രൈറ്റീരിയ എങ്കിൽ when using time as a criteria for code selection in multiple visits in same setting on a calendar date, sum of the total time over the course of treatment in a day is taken for code selection. അതായത് ഇപ്പം ഒരു പേഷ്യൻറ്റിന് ഒരേ സെറ്റിങ്ങിൽ നിന്ന് തന്നെ 2 E-ANM സർവീസ് കിട്ടുകയാണ്, സെയിം ഡേറ്റിൽ തന്നെ കിട്ടുകയാണെങ്കിൽ നമ്മൾ ആ ടോട്ടൽ ടൈമാണ് എടുക്കുക. അതായത് ഇപ്പോൾ മോർണിംഗിൽ ഒരു E-ANM സർവീസ് ചെയ്തു, അതൊരു 10 minutes ആണ്. ഈവനിങ്ങിലും സെയിം സെറ്റിങ്ങിൽ നിന്ന് തന്നെ E-ANM ചെയ്യുകയാണെങ്കിൽ നമ്മൾ ടോട്ടൽ 10 + 10 20 മിനിറ്റ്സിനുള്ള
കോഡാണ് എടുക്കേണ്ടത്. തേർഡ് വൺ, മൾട്ടിപ്പിൾ ഇ-ആനം സർവീസസ് ഓൺ ദി സെയിം ഡേ, ഡിഫറെൻറ്റ് സെറ്റിംഗ് ആണ്. മൾട്ടിപ്പിൾ ഇ-ആനം സർവീസ് സെയിം ഡേയിൽ കിട്ടുകയാണ്, പക്ഷെ അത് ഡിഫറെൻറ്റ് സെറ്റിംഗിൽ നിന്നാണെങ്കിൽ എ പേഷ്യൻറ്റ് മേ റിസീവ് മോർ ദാൻ വൺ ഇ-ആനം സർവീസ് ഓൺ എ കലണ്ടർ ഡേറ്റ് ഇൻ ഡിഫറെൻറ്റ് സെറ്റിംഗ്സ്, കോഡ് സെപ്പറേറ്റ്ലി ബേസ്ഡ് ഓൺ ദ ടൈം സ്പെസിഫിക്കലി സെൻഡ് ഓൺ ഈച്ച് സെറ്റിംഗ് ആണ്. അതായത് ഇപ്പോൾ 2 സെറ്റിങ്ങിൽ നിന്നാണ് ഇ-ആനം സർവീസ്, 2 തന്നെ കിട്ടുകയാണെങ്കിൽ രണ്ടും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ടൈം ബേസ് ചെയ്ത് കോഡ് ചെയ്യണം. അതായത് ഇപ്പോൾ ഒരു പേഷ്യൻ്റ് ഔട്ട് പേഷ്യൻ്റ് ആയിട്ട് വന്നു, എന്നിട്ട് ഇൻ പേഷ്യൻ്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആവുകയാണെങ്കിൽ ഔട്ട് പേഷ്യൻറ്റിൽ നിന്ന് ഇപ്പോൾ ഒരു 10 minutes ഓഫ് ഇ-ആനം സർവീസ് കിട്ടി, 10 or 15 minutes ഓഫ് ഇ-ആനം സർവീസ് കിട്ടി. അത് കഴിഞ്ഞ് ഇൻ പേഷ്യൻ്റ് ആയപ്പോൾ ഇൻ പേഷ്യൻ്റ് സർവീസ് ആ ഒരു സെക്ഷനിൽ നിന്നും അല്ലെങ്കിൽ ആ ഒരു പ്ലേസിൽ നിന്നും ഒരു 15 minutes ഓഫ് സർവീസ് കിട്ടുകയാണെങ്കിൽ നമ്മൾ ഔട്ട് പേഷ്യൻറ്റിൻ്റെ കൂടെ ടൈം ബേസ് ചെയ്തുള്ള കോഡും കൊടുക്കണം, ഇൻ പേഷ്യൻറ്റിൻ്റെ സർവീസ് കോഡ് അവിടെയും കൊടുക്കണം. ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്, ഇൻ പേഷ്യൻറ്റ് സർവീസ് ട്രാൻസ്ഫർ ടു നഴ്സിംഗ് ഫെസിലിറ്റി, കോഡ് ഡിസ്ചാർജ് സർവീസ് ഓഫ് ഇൻ പേഷ്യൻറ്റ് ആൻഡ് ഇനീഷ്യൽ കെയർ സർവീസ് ഓഫ് നഴ്സിംഗ് ഫെസിലിറ്റി ആണ്. ഇപ്പോൾ ഒരു പേഷ്യൻ്റ് ഹോസ്പിറ്റലിൽ ഇൻ പേഷ്യൻ്റ് ആയിരുന്നു, നഴ്സിംഗ് ഫെസിലിറ്റിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഡിസ്ചാർജ് സർവീസാണ് ഇൻ പേഷ്യൻറ്റിൻ്റെ കോഡ് ചെയ്യേണ്ടത്, ഇനീഷ്യൽ കെയർ ഓഫ് ദി നഴ്സിംഗ് ഫെസിലിറ്റി കൂടി നമ്മൾ കോഡ് ചെയ്യണം. ഇനി പിന്നെ പറയുന്നു, പ്രൊലോങ്ഡ് സർവീസസ് ആർ ഓൾസോ കോഡഡ് സെപ്പറേറ്റ്ലി ബേസ്ഡ് ഓൺ ദി സെയിം അലോക്കേഷൻ ഇൻ റിലേഷൻ ടു ദി പ്രൈമറി സർവീസ് ആണ്. പ്രൊലോങ്ഡ് സർവീസ് അതായത് പ്രൊലോങ്ഡ് ടൈമൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ പ്രൊലോങ്ഡ് സർവീസിനും കോഡ് കൊടുക്കേണ്ടതാണ്. ഫോർത്ത് വൺ, മൾട്ടിപ്പിൾ ഇ-ആനം സർവീസ് ഓൺ സെയിം ഡേ, എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് വിസിറ്റ് ആൻഡ് അതർ സെറ്റിംഗ്. അതായത് ഇപ്പോൾ ഒരു പേഷ്യൻറ്റിന് മൾട്ടിപ്പിൾ ഇ-ആനം സർവീസ് സെയിം ഡേയിൽ കിട്ടുകയാണ്, എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ പേഷ്യൻ്റ് വന്നു, അത് കഴിഞ്ഞ് ഇൻ പേഷ്യൻറ്റോ അല്ലെങ്കിൽ ഒബ്സർവേഷൻ കെയറോ കിട്ടുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് കോഡ് ചെയ്യാവുന്നതാണ്. സോ ഇവിടെ പറയുന്നത് നമുക്ക് ടൈം ബേസ് ചെയ്തുള്ള കോഡിംഗ് ആണ്. നമുക്ക് ഓൾറെഡി 2023 ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു പേഷ്യൻ്റ് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നു, അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഒരു ഇ-ആനം സർവീസ് കിട്ടിയിട്ട് വേറൊരു സെറ്റിങ്ങിലേക്ക് ഇപ്പോൾ ഒരു ഒബ്സർവേഷൻ കെയറിലേക്ക് മാറുകയാണ്, അല്ലെങ്കിൽ ഇൻ പേഷ്യൻ്റായി ഹോസ്പിറ്റൽ അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ നമ്മൾ ഇ-ആനം സർവീസ് ഫ്രം ദി എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റും കോഡ് ചെയ്യണം, ഒരു ഇൻ പേഷ്യൻറ്റും കോഡ് ചെയ്ത് മോഡിഫൈ 25 അപ്പൻഡ് ചെയ്യണം. ആ ഒരു ഗൈഡ് ലൈൻ ഇപ്പോഴും പ്രിവാലൻ്റ് ആണ്, അതായത് ഇപ്പോഴും അത് ആപ്ലിക്കബിൾ ആണ് വെൻ MDM ബേസ് ചെയ്ത് കോഡ് ചെയ്യുമ്പോൾ. സോ ഇവിടെ പറയുന്നത് ടൈം ബേസ് ചെയ്തുള്ള കോഡിംഗ് ആണ്. If a physician provides initial service in the ED as well as subsequent service in any other setting like inpatient or observation care, and if the emergency department service is not reported, then the physician can report E-ANM service with the total time provided. That is, time provided in the ED plus time for subsequent inpatient or observation care ആണ്. സോ ഇവിടെ പറയുന്നത്, ഇപ്പോൾ ഒരു പേഷ്യൻ്റ് വന്നു, എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നു, അവിടെ നിന്ന് ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്തു, എന്നിട്ട് പേഷ്യൻറ്റിനെ ഇൻ പേഷ്യൻറ്റോ അല്ലെങ്കിൽ ഒബ്സർവേഷൻ കെയറിലേക്കോ മാറ്റി, അല്ലെങ്കിൽ അവിടേക്കോ പേഷ്യൻ്റ് പോയി. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഈ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലെ സർവീസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എങ്കിൽ നമ്മൾ ഇൻ പേഷ്യൻ്റ് അല്ലെങ്കിൽ ഒബ്സർവേഷൻ കെയർ ഏതാണോ സെക്കൻഡ് കെയർ വരുന്നത് ആ ഒരു കോഡിൻ്റെ കൂടെ നമ്മൾ ടോട്ടൽ ടൈമാണ് എടുക്കുക. അതായത് ഈ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ സർവീസ് കിട്ടിയിട്ടുള്ള അത്രയും ടൈമും പ്ലസ് ഈ ഒരു ഇൻ പേഷ്യൻറ്റിലോ അല്ലെങ്കിൽ ഒബ്സർവേഷൻ കെയറിൽ വെച്ചോ കിട്ടിയിട്ടുള്ള ടൈമും കൂടി ആഡ് ചെയ്തിട്ട് ഈ ഒരു ടോട്ടൽ ടൈമാണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇൻ പേഷ്യൻറ്റോ ഒബ്സർവേഷൻ കെയറിലേക്കോ മാറുകയാണെങ്കിൽ നമ്മൾ മൾട്ടിപ്പിൾ ഇ-ആനം സർവീസ് സെയിം ഡേ കിട്ടി എന്ന് പറഞ്ഞു, പക്ഷേ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ വെച്ചുള്ള സർവീസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഇൻ പേഷ്യൻ്റ് അല്ലെങ്കിൽ ഒബ്സർവേഷൻ കെയറിൻ്റെ കോഡിൻ്റെ കൂടെ നമ്മൾ ആ ടൈം കൺസിഡർ ചെയ്യുമ്പോൾ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലും കിട്ടിയിട്ടുള്ള ആ ഒരു സർവീസ് ടൈമും കൂടി ആഡ് ചെയ്തിട്ട് വേണം കോഡ് എടുക്കാനായിട്ട്. Fifth one, discharge service and services in same facility on same date. If a patient is discharged from a facility and readmitted to the same facility on same date, then instead of providing discharge and initial service, code subsequent service. അതായത് ഇപ്പോൾ ഒരു പേഷ്യൻ്റ് ഒരു ഫെസിലിറ്റിയിലുള്ളപ്പോൾ അവിടെ നിന്ന് ഡിസ്ചാർജ് ആയി സെയിം ഡേറ്റിൽ തന്നെ, ഇപ്പം മോർണിംഗ് ഡിസ്ചാർജ് ആയി ഈവനിങ് അതേ സെയിം ഫെസിലിറ്റിയിൽ തന്നെ അഡ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആദ്യത്തെ ഡിസ്ചാർജും ഇപ്പോഴത്തെ ഇനീഷ്യൽ സർവീസും കോഡ് ചെയ്യാതെ സബ്സിക്വൻറ്റ് സർവീസിനുള്ള കോഡാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്.
ഓക്കെ, ഒരു ഫെസിലിറ്റിയിൽ നിന്ന് ഡിസ്ചാർജ് ആയി സെയിം ഫെസിലിറ്റിയിൽ സെയിം ഡേറ്റിൽ തന്നെ റീഅഡ്മിഷൻ ആവുകയാണെങ്കിൽ നമ്മൾ അഡ്മിഷൻ്റെ കോഡും ഡിസ്ചാർജിൻ്റെ കോഡും എടുക്കാതെ സബ്സിക്വൻറ്റ് കെയറിൻ്റെ കോഡാണ് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു പേഷ്യൻ്റ് ഇൻപേഷ്യൻ്റ് ആയിരുന്നു. ഇപ്പോൾ എന്തെങ്കിലും ഒരു സർജറി കഴിഞ്ഞിട്ട് ഇൻപേഷ്യൻ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആണ്. സോ ഓക്കെ ആണ് എന്ന് വിചാരിച്ച് പേഷ്യൻറ്റിനെ ഡിസ്ചാർജ് ചെയ്തു. മോർണിംഗിൽ ഡിസ്ചാർജൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞ് ഈവനിങ് ആയപ്പോഴേക്കും എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻ കാരണം പേഷ്യൻ്റ് പിന്നെയും ഇൻപേഷ്യൻ്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ വന്ന് അഡ്മിറ്റ് ആവുകയാണെങ്കിൽ നമ്മൾ കോഡ് കൊടുക്കേണ്ടത് ഈ മോർണിംഗ് ഡിസ്ചാർജും പിന്നെ ഇപ്പോൾ ഈവനിങ് വന്ന് അഡ്മിഷൻ എടുത്തിട്ടുള്ളതിൻ്റെ ഇനീഷ്യൽ സർവീസിൻ്റെ കോഡും കൊടുക്കാതെ ഇൻപേഷ്യൻറ്റിലെ സബ്സിക്വൻറ്റ് കെയറിനുള്ള കോഡാണ് നമ്മൾ കൊടുക്കേണ്ടത്. നെക്സ്റ്റ് വൺ, discharge service and services in different facility on same date. If a patient is discharged from one facility and admitted to another facility on same date, since settings are different, code both the services. അതായത് ഇപ്പോൾ ഒരു പേഷ്യൻ്റ് ഇൻപേഷ്യൻ്റ് ആയിരുന്നു. സോ കുറച്ച് ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ പേഷ്യൻറ്റിനെ നഴ്സിംഗ് കെയർ ഫെസിലിറ്റിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് എന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇൻപേഷ്യൻറ്റിലുള്ള ഡിസ്ചാർജിനുള്ള കോഡും കൊടുക്കണം. അത് കഴിഞ്ഞ് നെക്സ്റ്റ് എങ്ങോട്ടാണോ മാറ്റുന്നത്, ഇപ്പോൾ നഴ്സിംഗ് ഫെസിലിറ്റിയിലേക്കാണെങ്കിൽ നഴ്സിംഗ് ഫെസിലിറ്റിയുടെ കൂടി കോഡ് കൊടുക്കേണ്ടതാണ്. ഇനീഷ്യൽ കെയറിൻ്റെ കോഡ് കൊടുക്കണം. സോ ഡിഫറെൻറ്റ് സെറ്റിങ്ങിലേക്കാണ് ഒരു സെറ്റിങ്ങിൽ നിന്ന് ഡിസ്ചാർജും വേറൊരു സെറ്റിങ്ങിലാണ് അഡ്മിഷൻ എങ്കിൽ നമ്മൾ രണ്ടും സർവീസസും കോഡ് ചെയ്യേണ്ടതാണ്. സോ ആദ്യം നമ്മൾ പറഞ്ഞത് ഒരു സെറ്റിങ്ങിൽ നിന്ന് ഡിസ്ചാർജും അതേ സെറ്റിങ്ങിൽ തന്നെ റീഅഡ്മിഷനും സെയിം ഡേറ്റിൽ നടക്കുകയാണെങ്കിൽ നമ്മൾ ഡിസ്ചാർജും അഡ്മിഷനും കോഡ് ചെയ്യേണ്ട ആവശ്യമില്ല, സബ്സിക്വൻറ്റ് കെയർ കോഡ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ പറയുന്നത് ഡിസ്ചാർജും അഡ്മിഷനും ഡിഫറെൻറ്റ് ഫെസിലിറ്റിയിലാണെങ്കിൽ നമ്മൾ അതാത് ഫെസിലിറ്റിക്ക്, അതായത് ഏതിലാണോ ഡിസ്ചാർജ് ആവുന്നത് എവിടെയാണോ അഡ്മിഷൻ ആവുന്നത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് തന്നെ കോഡ് ചെയ്യേണ്ടതാണ്. Next one, transitions between office and other services. If a patient is seen in two settings and only one service is reported, the total time on date of encounter or MDM aggregate can be used for selection of code. അതായത് ഒരു പേഷ്യൻറ്റിനെ രണ്ട് സെറ്റിങ്ങിൽ ഒരേ ദിവസം തന്നെ കാണുകയാണെങ്കിൽ, അതായത് ഇപ്പം ഔട്ട് പേഷ്യൻ്റ് ഓഫീസ് വിസിറ്റിൽ പേഷ്യൻ്റ് വന്നു, അവിടെ വെച്ച് യാനം സർവീസ് കിട്ടി, അപ്പോഴാണ് പേഷ്യൻ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആവേണ്ട ഒരു സിറ്റുവേഷനാണ്, ഇൻപേഷ്യൻ്റ് ആവേണ്ട ഒരു സിറ്റുവേഷനാണെന്ന് മനസ്സിലാക്കി ഇൻപേഷ്യൻ്റായിട്ട് അഡ്മിറ്റഡ് ആകുന്നു. എന്നിട്ട് കോഡ് ഇപ്പം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഇനീഷ്യൽ ഇൻപേഷ്യൻ്റ് കെയർ മാത്രമേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ, ഓൺലി വൺ സർവീസസ് റിപ്പോർട്ടഡ് ആണ്, ഏതെങ്കിലും ഒരു സർവീസ് മാത്രമേ റിപ്പോർട്ട് ചെയ്തുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ടൈം വെച്ചിട്ടാണ് കോഡ് എടുക്കുന്നതെങ്കിൽ ആ ഒരു ടോട്ടൽ ടൈം ഓഫ് ദി എൻകൗണ്ടറാണ് എടുക്കേണ്ടത്. അതായത് ആദ്യം വന്ന ഓഫീസ് വിസിറ്റിൻ്റെതും പിന്നെ ഇൻപേഷ്യൻറ്റിലുള്ള ടൈമും സർവീസ് ടൈം ടോട്ടലി കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം കോഡ് എടുക്കാൻ. MDM ബേസ് ചെയ്താണ് കോഡ് എടുക്കുന്നതെങ്കിൽ MDM അഗ്രിഗേറ്റ് ആണ് എടുക്കേണ്ടത്. എല്ലാ ഫാക്ടേഴ്സും കൺസിഡർ ചെയ്ത് ഓഫീസ് വിസിറ്റിലെ സർവീസിൻ്റെ ഫാക്ടറും നോക്കണം, അതുപോലെ തന്നെ ഇൻപേഷ്യൻ്റ് കെയറിൻ്റെയും ഫാക്ടേഴ്സ് എല്ലാം നോക്കിയിട്ട് MDM അഗ്രിഗേറ്റ് ആണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, ഒരേ ദിവസം തന്നെ സെയിം ഡേയിൽ തന്നെ രണ്ട് സർവീസ് കിട്ടുകയാണ്, പക്ഷെ അതിൽ ഒരു സർവീസ് മാത്രമേ റിപ്പോർട്ട് ചെയ്തുള്ളൂ എങ്കിൽ നമ്മൾ ടൈം ബേസ് ചെയ്താണെങ്കിൽ ടോട്ടൽ ടൈം നോക്കുക, അതുപോലെ തന്നെ MDM ആണെങ്കിലും അഗ്രിഗേറ്റ് ഓഫ് MDM നോക്കിയിട്ട് കോഡ് എടുക്കുക. Also, prolonged service may be reported based on primary service reported irrespective of where the extended service was provided. Prolonged service ആവശ്യമായിട്ട് വരികയാണെങ്കിൽ prolonged സർവീസിൻ്റെ കോഡും കൂടി കൊടുക്കുക. ലാസ്റ്റ് വണ്ണാണ് അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ് ഓൺ സെയിം ഡേറ്റ്. ഒരു മേജർ ചേഞ്ച് വന്നിട്ടുള്ള ഒരു ഏരിയ ആണ് ഇത് പറയുന്നത്, അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ് ഓൺ സെയിം ഡേറ്റ് വരുന്നത്. സോ ദീസ് കോഡ്സ് ആർ യൂസ്ഡ് ഫോർ അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ് സർവീസസ് ഓൺ സെയിം ഡേറ്റ് ഓഫ് സർവീസ് ആണ്. സെയിം ഡേറ്റ് ഓഫ് സർവീസിൽ ഒരു പേഷ്യൻ്റ് അഡ്മിഷനും ഡിസ്ചാർജും ചെയ്യുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് കോഡ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്? 2023 നമ്മൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് 24 hours ഉള്ളിൽ അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ് നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ റേഞ്ച് ഓഫ് കോഡുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വന്നപ്പോൾ അതിലൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. ദ കോഡ്സ് ആർ റിപ്പോർട്ടഡ് ഓൺലി വെൻ അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ് സർവീസസ് ആർ within a time period of 8 hours or more than 8 hours within a calendar date.
ഒരു കാലണ്ടർ ഡേറ്റിൽ 8 അവേഴ്സോ അതിൽ കൂടുതലോ അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ് പ്രൊസീജിയേഴ്സിന് അല്ലെങ്കിൽ സർവീസസിന് ടൈം എടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ 99,234 to 99,236 കോഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് എന്തിൻ്റെ കേസിലാണ്? അഡ്മിഷനും ഡിസ്ചാർജും ഒരേ ഡേറ്റിലാണെങ്കിൽ മാത്രം. അല്ലാതെ ഇപ്പോൾ ഒരു ദിവസം അഡ്മിറ്റായി വേറൊരു ദിവസം ഡിസ്ചാർജ് ആവുകയാണെങ്കിൽ നമ്മൾ അഡ്മിഷൻ സെപ്പറേറ്റ് കോഡ് ചെയ്യും, ഡിസ്ചാർജ് ആ ഒരു ഡേറ്റിൽ എത്ര ടൈം എടുത്തിട്ടുണ്ടോ അത് ബേസ് ചെയ്തു നമ്മൾ കോഡ് ചെയ്യാറുണ്ട്. ഇവിടെ പറയുന്നത് അഡ്മിഷനും ഡിസ്ചാർജും ഒരേ ഡേറ്റിലാണെങ്കിൽ, സെയിം കാലണ്ടർ ഡേറ്റിലാണെങ്കിൽ 8 അവേഴ്സും അതിൽ കൂടുതൽ എടുത്താൽ ഒരു സെറ്റ് ഓഫ് ഗൈഡ് ലൈൻ ഉണ്ട്. അതല്ല 8 അവേഴ്സിന് താഴെയാണെങ്കിൽ നമ്മൾ ഏത് കോഡാണ് റിപ്പോർട്ട് ചെയ്യേണ്ടതെന്നൊക്കെ നമുക്കിവിടെ പറയുന്നുണ്ട്. സോ ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ളതാണ്. ലെങ്ത് ഓഫ് സ്റ്റേ 8 അവേഴ്സിന് ലെസ് ദാൻ 8 അവേഴ്സ് ആണെങ്കിൽ ഡിസ്ചാർജ്ഡ് ഓൺ സെയിം കാലണ്ടർ ഡേറ്റ് ആസ് ഇനീഷ്യൽ ഹോസ്പിറ്റൽ ഇൻ പേഷ്യൻ്റ് ഓർ ഒബ്സർവേഷൻ കെയർ സർവീസ് 99,221, 99,222, 99,223. അതായത് ഒരു പേഷ്യൻ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി സെയിം ഡേറ്റിൽ തന്നെ ഡിസ്ചാർജ് ആവുകയാണ്. പക്ഷെ അവിടെ ടൈം, അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജിന് എടുത്ത് സർവീസ് ടൈം എന്ന് പറയുന്നത് ലെസ് ദാൻ 8 അവേഴ്സ് ആണെങ്കിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ട കോഡ് 99,221, 222, 223 ആണ്. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു പേഷ്യൻ്റ് 22 ഫെബ്രുവരിയിൽ വന്ന് അഡ്മിറ്റ് ആവുകയാണ്. മോർണിംഗ് ഒരു 10 o'clock അഡ്മിറ്റായി. പേഷ്യൻ്റ് 22 ഈവനിങ്ങിന് 4 o'clock ആയപ്പോൾ ഡിസ്ചാർജ് ആവുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ ഡേറ്റ് വരുന്നത് സെയിം തന്നെയാണ്, 22 ഫെബ്രുവരി തന്നെയാണ്. പക്ഷെ ടൈം വന്നിട്ടുള്ളത് എത്രയാണ്? 10 o'clock അഡ്മിഷനും 4 o'clock ഡിസ്ചാർജും ആണ് പറഞ്ഞിട്ടുള്ളത്. സോ എത്ര അവേഴ്സ് വരുന്നുണ്ട്? 11, 12, 1, 2, 3 and 4. സോ 6 അവേഴ്സേ അവിടെ വരുന്നുള്ളൂ. സോ 8 അവേഴ്സിന് താഴെ ആയതുകൊണ്ട് അപ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ട കോഡുകൾ 99,221, 99,222 and 99,223 ആണ്. ഇനി ഇൻ കേസ് പേഷ്യൻ്റ് വന്നത് 22 ഫെബ്രുവരി 10 o'clock വന്നു, ബട്ട് ഡിസ്ചാർജ് ആവുന്നത് ഒരു 6 o'clock 7 o'clock ഒക്കെ ആണെങ്കിൽ നമുക്ക് അവിടെ എത്ര അവേഴ്സ് വരുന്നുണ്ട്? 11, 12, 1, 2, 3, 4, 5, 6, 8 അവേഴ്സ് വരുന്നുണ്ട്. 7 o'clock 9 അവേഴ്സ് ആവും. സോ അവിടെ എന്താണ്? 8 or more അവേഴ്സ് അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ് സർവീസസിന് എടുക്കുന്നുണ്ട്. അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന കോഡുകൾ 99,234, 235, 236 ആയിരിക്കും. ഓക്കെ, സെയിം കാലണ്ടർ ഡേറ്റിൽ അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ് ആണ്. 8 or more അവേഴ്സ് എടുക്കുകയാണെങ്കിലാണ് നമുക്ക് സെയിം ഡേ അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജിൻ്റെ കോഡ് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ലെസ് ദാൻ 8 അവേഴ്സ് ആണെങ്കിൽ നമ്മൾ 99,221, 99,222, 99,223 എന്നുള്ള കോഡുകളാണ് എടുക്കേണ്ടത്. ഇനി നെക്സ്റ്റ് സിനാരിയോ 8 അവേഴ്സിന് താഴെ ഡിഫറെൻറ്റ് കാലണ്ടർ ഡേറ്റ് ആസ് ഇനീഷ്യൽ ഹോസ്പിറ്റൽ ഇൻ പേഷ്യൻ്റ് ഓർ ഒബ്സർവേഷൻ കെയർ സർവീസ് ആണ്. അതായത് പേഷ്യൻ്റ് വന്ന് അഡ്മിഷൻ എടുക്കുന്ന ഡേറ്റും ഡിസ്ചാർജ് ആവുന്ന ഡേറ്റും ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ 22 ഫെബ്രുവരി ഒരു 11 PM ഒരു പേഷ്യൻ്റ് വന്ന് അഡ്മിറ്റായി. എന്നിട്ട് പേഷ്യൻ്റ് നെക്സ്റ്റ് ഡേ നമുക്കറിയാം 12 o'clock ആയി കഴിയുമ്പോൾ നെക്സ്റ്റ് ഡേ ആയി. 23 ഫെബ്രുവരിയിൽ ഒരു 1 AM ഒക്കെ ആയപ്പോൾ പേഷ്യൻ്റ് ഡിസ്ചാർജ് ആവുകയാണെന്ന് വിചാരിച്ചു. അപ്പോൾ അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ് 2 ദിവസമാണ്. അഡ്മിറ്റ് ആവുന്നത് 22 ഫെബ്രുവരിയിലാണ്, ഡിസ്ചാർജ് ആവുന്നത് 23rd. പക്ഷെ അവിടെ ടൈം എന്ന് പറയുന്നത് ഒരു 2 അവേഴ്സേ എടുത്തിട്ടുള്ളൂ. സോ ലെസ് ദാൻ 8 അവേഴ്സ് ആണ് ഡിഫറെൻറ്റ് കാലണ്ടർ ഡേറ്റ് ഫ്രം ഇനീഷ്യൽ ഹോസ്പിറ്റൽ ഇൻ പേഷ്യൻ്റ് ഓർ ഒബ്സർവേഷൻ കെയർ ആണെങ്കിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന കോഡ് 99,221, 99,222, 99,223 ആണ്. ഇനി നെക്സ്റ്റ് കേസ് എന്ന് പറയുന്നത് 8 or more അവേഴ്സ് ഡിഫറെൻറ്റ് കാലണ്ടർ ഡേറ്റിൽ എടുക്കുകയാണ്. അതായത് ഇപ്പോൾ പേഷ്യൻ്റ് 22 ഫെബ്രുവരിയിൽ വന്ന് അഡ്മിറ്റായി, ഡിസ്ചാർജ് ആവുന്നത് 23rd ഫെബ്രുവരിയിലാണ്. ഒരു 8 അവേഴ്സിന് മുകളിൽ ഒരു 10 അവേഴ്സോ 15 അവേഴ്സോ ഒക്കെ പേഷ്യൻ്റ് സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് റിപ്പോർട്ട് ചെയ്യണം? 99,221, 99,222, 99,223 അതോടൊപ്പം തന്നെ 99,238, 99,239 ആണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. അതായത് അഡ്മിഷൻ്റെ കോഡ്
ഏത് ദിവസമാണോ അഡ്മിറ്റ് ആയിട്ടുള്ളത് ആ ദിവസത്തെ കോഡ് കൊടുക്കുക. അത് കഴിഞ്ഞ് ഡിസ്ചാർജ് സർവീസിന് എത്ര ടൈം എടുക്കുന്നുണ്ടോ അത് ബേസ് ചെയ്ത് 99238 ആണോ 239 ആണോ എന്ന് നോക്കിയിട്ട് കോഡ് എടുക്കുക. അപ്പോൾ ഈ ലാസ്റ്റ് കേസിൽ എന്താ പറഞ്ഞത്, ഒരു ദിവസം അഡ്മിഷനും വേറൊരു ദിവസം ഡിസ്ചാർജും ആണ്. അങ്ങനെയുള്ള കേസിൽ അഡ്മിഷൻ്റെ കോഡും കൊടുക്കണം, അതുപോലെ ഡിസ്ചാർജിന് എത്ര ടൈം എടുക്കുന്നോ ആ കോഡ് ഡിസ്ചാർജിനും കൊടുക്കുക. സോ 8 hours താഴെയാണെങ്കിൽ നമ്മൾ സെയിം ഡേറ്റിലായാൽ പോലും നമ്മൾ ഡിസ്ചാർജിൻ്റെ കോഡ് കൊടുക്കേണ്ട ആവശ്യമില്ല. 8 or more hours വരികയാണ് സെയിം ഡേയിൽ അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ് വരികയാണെങ്കിൽ നമ്മൾ അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ് ഓൺ ദ സെയിം ഡേയുടെ കോഡ് കൊടുത്താൽ മതി. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് കാറ്റഗറി 2 കോഡുകളാണ്. അവിടെ 0 അപ്ഡേഷൻസ് ആണ്, നോ അഡീഷൻസ്, നോ റിവിഷൻ ആൻഡ് നോ ഡിലീഷൻ ആണുള്ളത്. ഇനി കാറ്റഗറി 3ൻ്റെ കേസിൽ അപ്ഡേഷൻസ് ടോട്ടലി 128 ആണ് വന്നിട്ടുള്ളത്. അതിൽ അഡീഷൻസ് വന്നിട്ടുള്ളത് 83 ആണ്, 13 റിവിഷനും 32 ഡിലീഷനും വന്നിട്ടുണ്ട്. സോ ഇവിടെ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. ഇത്രയാണ് നമുക്ക് 2024 CPT അപ്ഡേറ്റ്സ് വന്നിട്ടുള്ളത്. സോ താങ്ക് യു.